ദേശീയപാത നടത്തറ ജംഗ്ഷനിൽ അമിതഭാരം കയറ്റിവന്ന ടോറസ് ലോറികൾ റോഡരികിൽ ഉപേക്ഷിച്ച് മുങ്ങി ഡ്രൈവർമാർ. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് നിൽക്കുന്നതറിഞ്ഞാണ് ഡ്രൈവർമാർ താക്കോൽ വാഹനത്തിലിട്ട് മുങ്ങിയത്. അമിതഭാരം കയറ്റിവന്ന 4 ടോറസ് ലോറികളും ട്രെയിലറുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത്. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നതറിഞ്ഞ് ലോറിയിലെ ഡ്രൈവർമാർ വാഹനങ്ങൾ റോഡ് സൈഡിൽ നിർത്തിയിട്ട് മുങ്ങി. മംഗലത്ത് നിന്നാണ് കരിങ്കല്ലും എംസാൻഡും കയറ്റി വാഹനങ്ങൾ എത്തിയത്. 2 ലക്ഷത്തോളം രൂപ പിഴ ചുമത്തി. ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലൂടെ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുന്ന വിവരം ലഭിച്ചതാകാം വാഹനം ഉപേക്ഷിച്ചുള്ള മുങ്ങലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2 ലക്ഷം രൂപയോളം ഫൈൻ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ 4 വാഹനങ്ങൾ നിർത്തിയിട്ടിട്ട് ഡ്രൈവർമാർ വണ്ടി പൂട്ടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം വേറൊരു വണ്ടി ഡ്രൈവറടക്കം കിട്ടിയിരുന്നു. ചെക്കിങ്ങിൽ ഇറങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പിന് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും നിരീക്ഷിക്കുന്ന ശക്തമായ ഒരു വാട്സാപ്പ് നിരീക്ഷണ സംവിധാനം ഈ വാഹന ഡ്രൈവർമാരുടെ ഇടയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2 കിലോമീറ്റർ ദൂരം മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനം ഹൈവേയിൽ ഓടുമ്പോഴത്തേനും ഡ്രൈവർമാർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അവരത് വണ്ടി പൂട്ടിയിട്ടിട്ട് സ്ഥലം വിടുന്നുണ്ട്. പോലീസിനെയും ജിയോളജി, തഹസിൽദാർ അങ്ങനെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാ ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളും നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. വലിയൊരു സംഘമാണ് ഇതിന് പുറകിലുള്ളത്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വാഹന പരിശോധനയ്ക്ക് പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, എക്സൈസ് ഉദ്യോഗസ്ഥർ നിരത്തിലിറങ്ങിയാൽ ഞൊടിയിടയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് എത്തും. പരിശോധനയ്ക്കായി ഓഫീസിൽ നിന്നും വാഹനങ്ങൾ ഇറങ്ങുന്നതു മുതൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഏജന്റുമാർ നിരീക്ഷണം ആരംഭിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അമിതഭാരം കയറ്റിയും ചീറിപ്പാഞ്ഞും ഗതാഗത നിയന്ത്രണങ്ങൾ മറികടന്നുമൊക്കെ സർവീസ് നടത്തുന്ന വാഹന മാഫിയയ്ക്ക് ഇതോടെ സർക്കാർ സംവിധാനങ്ങളുടെ പിടിവീഴാതെ റൂട്ട് മാറ്റാൻ കഴിയും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ R സുജിത്, ജയകുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ.